ഞാൻ ബുധൻ, സൂര്യനോട് ഏറ്റവും അടുത്തു ചേർന്ന് നിൽക്കുന്ന ഗ്രഹം, ഏറ്റവും ചെറിയ ഗ്രഹം, ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്നു. ഉപഗ്രഹങ്ങളില്ല. ഭ്രമണ ദിനങ്ങൾ 88 ദിവസങ്ങൾ. ഞാൻ ശുക്രൻ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. പരിക്രമണത്തെക്കാൾ കൂടുതൽ സമയം ഭ്രമണത്തിന് വേണ്ട ഒരേ ഒരു ഗ്രഹം. തിളക്കമുള്ള ഗ്രഹം. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം. ഉപഗ്രഹങ്ങളില്ല. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു. സ്വയം ഭ്രമണ കാലം ഏറ്റവും കൂടുതൽ. ഞാനാണ് ഭൂമി, വാസയോഗ്യമായ ഏക ഗ്രഹം. ഭ്രമണ സമയം 1 ദിവസം. പരിക്രമണ സമയം 365 ദിവസം. ആകൃതി ഒബ്ലൈറ്റ് ഫിറോയിഡ്. പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ചന്ദ്രൻ. നീലഗ്രഹം ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഞാനാണ്. 71% ജലവും 29% കര. ഞാനാണ് ചൊവ്വ. ഞാനാണ് ചുവന്ന ഗ്രഹം. ഇരുമ്പിന്റെ സാന്നിധ്യം. എൻ്റെ പരിക്രമണ കാലം 687 ദിവസമാണ്. എൻ്റെ ഭ്രമണകാലം 24 മണിക്കൂറും 37 മിനിറ്റുമാണ്. എനിക്ക് 2 ഉപഗ്രഹങ്ങളാണുള്ളത്, ഫോബോസും ഡീമോസും. എൻ്റെ ചിത്രം അയച്ച ആദ്യ പേടകമാണ് മറീനർ 4. എൻ്റെ ഉപതരത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് വൈക്കിംഗ് 1. പിന്നീട് 2023 അമേരിക്ക വിക്ഷേപിച്ച സഞ്ചരിക്കുന്ന യന്ത്ര മനുഷ്യൻ സ്പിരിറ്റ് എന്നിവ കൂടി എന്നിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നിലേക്കുള്ള ഇന്ത്യ ദൗത്യമാണ് മംഗൾയാൻ. ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് വേഴ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ഞാൻ. ഭൂമിയുടെ 11 മടങ്ങാണ് എനിക്കുള്ളത്. ഭ്രമണ വേഗത കൂടിയ ഗ്രഹവുമാണ് ഞാൻ. ഭ്രമണകാലം 9 മണിക്കൂർ 55 മിനിറ്റാണ് എനിക്കുള്ളത്. പരിക്രമണകാലം 12 വർഷമാണ്. ശക്തമായ കാന്തി മണ്ഡലമുള്ള ഗ്രഹമാണ് ഞാൻ. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് ഞാൻ. വസ്തുക്കൾക്ക് കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ഞാൻ. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഗാനിമീഡ്, കാലിസ്റ്റോ, ഐയോ, യൂറോപ്യ എന്നിവയാണ്. ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്. ഞാനാണ് ശനി. ഞാൻ 2ാമത്തെ വലിയ ഗ്രഹമാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ഞാൻ. എൻ്റെ ഭ്രമണകാലം 105 മണിക്കൂറും പരിക്രമണകാലം 30 വർഷവുമാണ്. ഞാൻ വലയങ്ങളുള്ള ഗ്രഹമാണ്. എൻ്റെ ഉള്ളിലെ വലയങ്ങൾ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി എന്ന ശാസ്ത്രജ്ഞനാണ്. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം എൻ്റെ ഉപഗ്രഹമായ ടൈറ്റൻ ആണ്. കൂട്ടുകാരെ, ഞാൻ യുറാനസ്, 3ാമത്തെ വലിയ ഗ്രഹം. ഉരുളുന്ന ഗ്രഹം. ഭ്രമണകാലം 17.12 മണിക്കൂർ. പരിക്രമണകാലം 84 വർഷം. കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ വില്യം ഹെർഷെയാണ്. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹം ഞാനാണ്. നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്നതും ഞാനാണ്. എൻ്റെ ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. നന്ദി. ഹായ് കൂട്ടുകാരെ, ഞാൻ നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ഞാൻ. എന്നെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഗലീലിയൻ. എൻ്റെ ഭ്രമണകാലം 16.6 മണിക്കൂറാണ്. എൻ്റെ പരിക്രമണകാലം 165 വർഷവും. ഭൂമിയുടെ പ്രകൃതിയുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഗ്രഹരൂപീകരണ വേളയിൽ ഭൂമിയിൽ നിന്ന് അടർന്നു പോയതാണെന്നും ഭൂമി ആകർഷിച്ച് പിടിച്ചെടുത്തതാണെന്നുമുള്ള സിദ്ധാന്തങ്ങൾക്കു പുറമെ ഒരിക്കൽ 2 ചന്ദ്രന്മാരുണ്ടായിരുന്നുവെന്നും അവ കൂടിച്ചേർന്നാണ് ഇപ്പോൾ കാണുന്ന ചന്ദ്രനായതുവെന്നുമുള്ള സിദ്ധാന്തവും നിലനിന്നിരുന്നു. 460 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ രൂപം കൊണ്ടു എന്ന് കരുതുന്നു. 3474.8 കിലോമീറ്റർ വ്യാസവും 10,917 കിലോമീറ്റർ ചുറ്റളവുമുള്ള ചന്ദ്രൻ ഭൂമിയെ പോലെ ഒരു പൂർണ്ണഗോളാകൃതിയിലല്ല ഉള്ളത്. മധ്യരേഖാ വ്യാസവും ധ്രുവരേഖാ വ്യാസവും തമ്മിൽ 4 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. എൻ്റെ പേര് ആദിനാൾ. ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിക്രം സാരാഭായ് എന്ന ശാസ്ത്രജ്ഞനെയാണ്. ഇന്ത്യൻ
ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ്, ISROയുടെ ആദ്യ ചെയർമാൻ, ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരേപോലെ സംഭാവനകൾ നൽകി. അഹമ്മദാബാദിലെ വിക്രം സാരാഭായ് റിസർച്ച് ലാബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായിരുന്നു. തുമ്പ അഹമ്മദാബാദിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്നിവയുടെ ശില്പി. അബ്ദുൽ കലാം, ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതി. മിസൈൽ ടെക്നോളജിയുടെ പിതാവ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിനു ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അഗ്നി തുടങ്ങിയ മധ്യദൂര ബാലസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ വാഹിനികളായ SLV-3, PSLV എന്നിവ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാം.